ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായി ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ ആശ്വാസത്തിനായി അടുത്തു വരുവാൻ നമ്മെ വിളിക്കുകയാണ്. ജീവിതത്തിലൊന്നും മനുഷ്യന് ആശ്വാസമില്ലാതെ എന്തിലൂടെ ആശ്വാസം പ്രാപിക്കാമെന്ന് കരുതി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലവിധമായ ജീവിതഭാരങ്ങൾ, പലവിധമായ ജീവിത പ്രശ്നങ്ങൾ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, പണമുണ്ടായിട്ടും പദവികളുണ്ടായിട്ടും മനസ്സിന് സുഖമില്ലാത്ത അനുഭവത്തിലൂടെ ഓടി അവസാനം അതിലൊന്നും വിജയം കൈവരിക്കാൻ കഴിയാതെ വരുമ്പോൾ, ആശ്വാസം ലഭിക്കാൻ കഴിയാതെ വരുമ്പോൾ, വിലയേറിയ ജീവനെ എറിഞ്ഞുടച്ച് കളയുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്, ഇന്നും നമ്മൾ കേട്ടുവെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, കർത്താവ് വിളിച്ചു പറയുക, തൻ്റെ ഇഹലോകവാസകാലത്ത് താൻ പുരുഷാരത്തോട് വിളിച്ചു പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാം. ഏത് മനുഷ്യനും ആശ്വാസം കൈക്കൊള്ളുവാൻ ആഗ്രഹമുള്ളവരാ. അവർ കടന്നു പോകുന്ന വിഷയത്തിന് നടുവിൽ അവരെ ആശ്വസിപ്പിക്കുന്നവരെ നോക്കി കാത്തിരിക്കാറുണ്ട്. പലപ്പോഴും ആശ്വസിപ്പിക്കുന്നവരെന്ന് കരുതുന്നവർ വേദനിപ്പിക്കുന്നവരാകുന്നു എന്ന് യോബിൻ്റെ പുസ്തകത്തിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുമുണ്ട്. എന്നാൽ കർത്താവ് പറയുക, നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്റെ ഭാരം മാറ്റി നിന്നെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾ നേരിടുന്ന വിഷയത്തിന് നിങ്ങൾക്കൊരു സ്വാന്തനം നൽകാൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ കർത്താവ് വിളിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മിത്രമേ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ആശ്വാസമില്ലാതെ ആകുലപ്പെടുന്നെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. യേശുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുക. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നേറണമെന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവാണെന്ന് ഓർപ്പിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വിളിച്ചു പറയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറയുക. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആശ്വാസം പ്രാപിപ്പാൻ, കർത്താവ് നൽകുന്ന സമാധാനത്തിലൂടെ ജീവിപ്പാൻ കർത്താവ് ഈ ദിവസത്തിൽ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ, നമുക്ക് ഒരുമിച്ച് ദൈവ തിരുമുഖം മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. പല വിഷയങ്ങളും നമുക്ക് മറുപടി കണ്ടെത്താതെ ഭാരപ്പെടുമ്പോൾ, ആശ്വാസം കണ്ടെത്താനുള്ള വഴികൾ അടയുമ്പോൾ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മെ ഞെരുക്കുമ്പോൾ, നമുക്ക് കർത്താവിങ്കലേക്ക് അടുത്തു വരാം, അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ആത്മഹത്യ ചെയ്ത് മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നോർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത്. എന്നാൽ ആത്മഹത്യ ചെയ്ത് ജീവിതം ആഹുതി ചെയ്യുവാനല്ല, മറിച്ച് കർത്താവ് പറയുന്നത്, നീ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്നാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. വേദനിക്കുന്നവരെ, നിരാശയോടിരിക്കുന്നവരെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, ആശ്വാസമില്ലാതെ ഉഴരുന്നവരെ കർത്താവിങ്കിലേക്കൊന്ന് ദിശാബോധം കാണിച്ചു കൊടുത്ത് അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്ന് അവരും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമായി മാറുവാൻ, കർത്താവിൻ്റെ സ്നേഹം ആസ്വദിക്കുന്നവരായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.